മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന വിശുദ്ധന്മാരിലൂടെ നമ്മൾ കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒത്തിരിയേറെ നല്ല സപ്പോർട്ടുകൾ വിശുദ്ധന്മാരിലൂടെ എന്ന് പറയുന്ന ഈ പ്രേയറിലേക്ക് നൽകിയതിന് ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈജിപ്തിലെ വിശുദ്ധ മറിയം നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണ്. പാപത്തിലൂടെ നേടിയതെല്ലാം പാപത്തോടെ നശിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. ഇതാ ഒരു വചനം നമുക്ക് ശ്രമിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1:15. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പാപം ആസൂത്രണം ചെയ്യുന്നത് പിശാചാണ്. സുവിശേഷം വളച്ചൊടിക്കുന്നത് പിശാചാണ്. പാപത്തിൻ്റെ സൂത്രധാരകൻ പിശാചാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് അകപ്പെട്ടു പോകുന്നത്? അതിനൊരു ഉദാഹരണമാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം. ഈജിപ്തിലാണ് മറിയം ജനിച്ചത്. 12 വയസ്സ് മുതൽ 29 വയസ്സ് വരെ പാപത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയവളാണ്. സ്വന്തം അവളെ ഇഷ്ടം, സ്വന്തം സുഖം തേടി മാതാപിതാക്കന്മാരോട് ഒരനുവാദവും ചോദിക്കാതെ വീട് വിട്ടിറങ്ങി ഒറ്റയ്ക്ക് എല്ലാവിധത്തിലുള്ള ജഡമോഹങ്ങളിലും പൈശാചിക ബന്ധനത്തിലും മുഴുകി ജീവിച്ചു. പിശാചിൻ്റെ കളിപ്പാട്ടമായിരുന്നു ഈജിപ്തിലെ മറിയം. അനേകരെ പാപ വഴികളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നുള്ളതും സത്യമാണ്. ഒരിക്കൽ ഒരു തീർത്ഥാടക സംഘം യാത്ര ചെയ്യുമ്പോൾ കുരിശു സ്ഥാപിച്ച ദൈവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ഒരു അദൃശ്യമായ ശക്തി അവളെ തടഞ്ഞു. അത് പല പ്രാവശ്യം നടന്നു. തത്സമയം തൻ്റെ പാപ ജീവിതം അവൾക്ക് ഓർമ്മിക്കാൻ കർത്താവ് അനുഗ്രഹം കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവാലയത്തിൽ പ്രവേശിച്ചാൽ മേലിൽ പാപം ചെയ്യുകയില്ല എന്നും ശിഷ്ടജീവിതം തപസ്സിലും ഉപവാസത്തിലും ചെലവഴിക്കാമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. മാതാവിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വരം കേട്ടു, ജോർദാൻ കടക്കുക, നിനക്കവിടെ സമാധാനം കിട്ടും. ഉടനെ ആ ദൈവസ്വരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ജോർദാൻ കടന്ന് മരുഭൂമിയിൽ പ്രവേശിച്ചു. തുടർന്ന് മരണം വരെ 47 വർഷം കഠിനമായിരിക്കുന്ന തപസ്സിലും പ്രായശ്ചിത്തത്തിലും അതുപോലെ തന്നെ പരിഹാര ജീവിതത്തിലും കഴിഞ്ഞു. ഒരു താപസവര്യൻ്റെ കയ്യിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അടുത്ത വർഷം ആ മരുഭൂമിയിൽ വെച്ച് മരണം പ്രാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ നമ്മൾ ഒരു സ്ഥലത്തും പോകരുത്. അവരൊരു പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തതാണ് പറയുന്നതെങ്കിലും അവരെ അനുസരിച്ചാൽ പാപ വഴികളിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.